ഹായ്, നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കൊച്ചരീക്കൽ എന്ന ഒരു കൊച്ചു വിനോദ കേന്ദ്രത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നഗരത്തിനുള്ളിൽ ഒരു ചെറിയ കാട്, ആ കാടിനുള്ളിൽ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഗുഹകള്, അതുപോലെ തന്നെ ചിറ, അരുവി എന്ന് വേണ്ട നല്ലൊരു അന്തരീക്ഷമാണ്. ഇപ്പൊ വെക്കേഷൻ കാലത്തൊക്കെ നമ്മുടെ കുട്ടികളെ കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അനുഭവമായിരിക്കും. അപ്പൊ വിശദ വിവരങ്ങൾ കാണാം. അധികമാരും കേട്ടിട്ടില്ലാത്ത ഒരു കൊച്ചു വിനോദസഞ്ചാര കേന്ദ്രം കൊച്ചിയിൽ നിന്നും ഏകദേശം 42 കിലോമീറ്റർ മാറിയുള്ള പിറവം ടൗണിൽ നിന്നും 13 കിലോമീറ്റർ മൂവാറ്റുപുഴ റോഡിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾക്കിവിടെ എത്തിച്ചേരാനാകും. കാടിനാൽ ചുറ്റപ്പെട്ട ഇവിടം കണ്ടാൽ പണ്ട് കൊടും വനമായിരുന്നു എന്ന് മനസ്സിലാക്കാം. അടുത്ത കാലം വരെയും ആളുകൾ പോകാൻ ഭയപ്പെട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നത്രേ കൊച്ചരീക്കൽ. ആദി ദ്രാവിഡ ഗോത്ര സംസ്കാരം പേറുന്ന ഗുഹകളാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായ ആകർഷണം. ജൈന ബുദ്ധ സംസ്കൃതികൾ പേറുന്ന ഇവിടെ ഒരേ സമയം 20 പേർക്ക് വരെ ഈ ഗുഹയിൽ താമസിക്കുവാൻ കഴിയും. ഗുഹയിലൂടെ 3 കിലോമീറ്റർ ദൂരമുള്ള അരുവിക്കൽ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ കഴിയുമായിരുന്നു എന്ന് പഴമക്കാർ പറയുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചീനിമരത്തിൻ്റെ വേരുകളാണ് ഈ ഗുഹയെ സംരക്ഷിച്ച് പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത്. വളരെ ഉയരത്തിൽ 2 ഗുഹകൾ ആണുള്ളത്. അതിൽ ഒരു ഗുഹയുടെ ഉള്ളിൽ നിന്നും നീരുറവകൾ വരുന്നുണ്ട്. ഏത് കടുത്ത വേനലിലും ഈ ഉറവ വറ്റാറില്ല. അതുകൊണ്ട് തന്നെ ശുദ്ധജലം ആയതിനാൽ നാട്ടുകാർ ഇന്നിത് സംരക്ഷിച്ച് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. ഒരു കൊച്ചു വനം തന്നെയാണ് ഈ പ്രദേശം. അതിമനോഹരം എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഗുഹയുടെ താഴെയുള്ള ഈ ചിറയാണ്. എത്ര കടുത്ത വേനലിലും ഇവിടെ ജലം വറ്റില്ല. ആദ്യം പറഞ്ഞ ഗുഹയുടെ നീരുറവകൾ ചെറിയ അരുവികളായി ഈ ചിറയിലേക്കാണ് പതിക്കുന്നത്. കൊച്ചരീക്കൽ ഗുഹയെക്കുറിച്ച് ചരിത്രപരമായ ഒട്ടേറെ കഥകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഹൈന്ദവ മതത്തിൻ്റെ വേരോട്ടത്തിൽ ആട്ടി ഓടിക്കപ്പെട്ട ബുദ്ധ-ജൈന ഭിക്ഷുക്കൾ ഈ ഗുഹയിൽ ഒരു കാലത്ത് ഒളിച്ചു താമസിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. പിന്നീട് ഇവിടെ വടക്കുംകൂർ നാട്ടുരാജ്യത്തിൻ്റെ രാജാക്കന്മാർ അവരുടെ പടക്കോപ്പുകൾ ഇവിടെ സൂക്ഷിച്ചിരുന്നു എന്നും യുദ്ധങ്ങൾക്കിടയിൽ പടയാളികൾ ഒളിച്ചിരുന്ന ഇടമായിരുന്നു എന്നും പറയപ്പെടുന്നു. പാമ്പും മറ്റിഴ ജന്തുക്കളും കയറാതെ പ്രകൃതി നല്ല രീതിയിൽ സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഉള്ളിൽ വെളിച്ചക്കുറവുണ്ട്, എങ്കിലും സൂര്യൻ്റെ നേരിയ പ്രകാശം ഉള്ളിലേക്ക് എത്തും. ഗുഹയ്ക്കുള്ളിൽ നിന്നും പുറത്തേക്കുള്ള കാഴ്ച അതിമനോഹരം തന്നെ. ഇപ്പോൾ അവധി ദിവസങ്ങളിൽ വിനോദസഞ്ചാരികൾ ഇവിടം തേടിയെത്താറുണ്ട്. ഗുഹയ്ക്ക് മുകളിൽ കാണുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൂറ്റൻ ചീനിമരത്തെ കൂടാതെ ഗുഹയ്ക്ക് പുറത്തും കൂറ്റൻ ചീനിമരങ്ങൾ തണൽ വിരിച്ചു നിൽക്കുന്നുണ്ട്. കണ്ണും മനസ്സും കുളിർപ്പിക്കുന്ന കാഴ്ചയാണെങ്കിൽ കൂടിയും ആ അന്തരീക്ഷം ഒരൽപ്പം ഭയാനകതയും സൃഷ്ടിക്കുന്നുണ്ട്.